കറക്റ്റ് 3:30 ആയപ്പോൾ അലാറം അടിച്ചു കേട്ടോ. 3:45 ഞാൻ എഴുന്നേറ്റത്. എന്നിട്ട് നേരെ കിച്ചണിലേക്ക് പോയിട്ടോ. ഇന്ന് എന്തായാലും ഇടയത്താഴത്തിന് ചോറേ കഴിക്കുള്ളൂ എന്ന് തീരുമാനിച്ചതാണ്. നോമ്പ് തുടങ്ങി ഇത്രയും ദിവസമായിട്ടും ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് കുറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇന്ന് എന്തായാലും എനിക്ക് കഴിച്ചേ പറ്റുള്ളൂ. അത്രയും ക്രേവിങ്സ് ആയിപ്പോയി. ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഷോർട്സിൽ. പണ്ടത്തെ റമദാൻ വ്ളോഗിലൊക്കെ ഞാൻ ഇടയത്താഴത്തിന് എഴുന്നേക്കുന്ന സമയത്ത് ഇതുപോലെ ചോറിൽ എണ്ണ ഒഴിച്ചിട്ട് മുട്ട പൊരിച്ചതും കൂട്ടി കഴിക്കുന്നതൊക്കെ അതിനെക്കുറിച്ചിട്ടൊരു കമൻ്റ് ആയിരുന്നു. അത് കണ്ടപ്പോൾ മുതൽ എനിക്കിത് കഴിച്ചേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് ചോറൊക്കെ ഒന്ന് ചൂടാക്കി വടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂട് ചോറ് പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഉപ്പും പിന്നെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു. ഇത് ഉമ്മച്ചി ചെറുതായിട്ട് ഇങ്ങനെ ചമ്മന്തിയാക്കി തന്നാണ് കേട്ടോ. അതായത് ചെറിയുള്ളി, അതിൻ്റെ അകത്തേക്ക് മുളക് പൊടി, പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ, പുളിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അത്രയും കൂടി ചേർന്നൊന്ന് ചാലിച്ച് എടുത്ത് തന്നതാണ്. പിന്നെ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ മുട്ട പൊരിക്കുന്നത്. ഇത് കാണുമ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫീൽ തോന്നുന്നുണ്ടാവും. പക്ഷേ എനിക്കിങ്ങനെ കരിഞ്ഞു പിടിച്ച പാത്രത്തിലേക്ക് മുട്ട പൊരിച്ചാലാണ് ഇഷ്ടം. അതെന്താണെന്ന് വെച്ചാൽ അതിൽ പൊരിക്കുമ്പോഴത്തേക്കും കറക്റ്റ് റൗണ്ട് കിട്ടും. അതുകൊണ്ടാട്ടോ എനിക്ക് പിന്നെ പാനിലൊന്നും മുട്ട പൊരിക്കുന്നത് ഇഷ്ടമല്ല. ഒന്നുകിൽ ചീനിച്ചട്ടി അല്ലെങ്കിൽ ഈ പാത്രത്തിൽ പൊരിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ ചോറിൽ വെളിച്ചെണ്ണ ഒഴിച്ച് മുട്ട പൊരിച്ചത് ആ ചമ്മന്തി ചേർത്ത് കഴിക്കണം. കുറേ ദിവസം കൂടി കഴിക്കുന്നതുകൊണ്ടാണെന്നറിയില്ല, എൻ്റെ അമ്മ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ ആസ്വദിച്ച് കഴിച്ച് ഞാൻ റൂമിലെത്തി. കുട്ടികളൊക്കെ നല്ല ഉറക്കമാണ്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം.